കണ്ണൂരിൽ 3 മക്കളുടെ അമ്മ ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു, വാർത്ത നൽകുകയും ചെയ്തിരുന്നു. റസീന എന്ന 40-കാരിയാണ് SDPI പ്രവർത്തകരുടെ സദാചാര ഗുണ്ടായിസത്തിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്തത്. എന്നാൽ ഇപ്പോൾ ആ കേസിന് ഒരു ട്വിസ്റ്റ് വന്നിരിക്കുകയാണ്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ റസീനയുടെ അമ്മ വെളിപ്പെടുത്തുന്നു, റസീനയുടെ സ്വഭാവം ശരിയായിരുന്നില്ല. റസീന കുറേ കാലമായി ഈ സുഹൃത്തിനൊപ്പം കറക്കമായിരുന്നു. സുഹൃത്ത് 40 പവൻ്റെ സ്വർണവും കുറേ പണമൊക്കെ അപഹരിച്ചു. റസീനയുടെ ഭർത്താവ് ഗൾഫിലാണ്, അയാളൊരു സാധു മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് ഈ മരിച്ചുപോയ സ്ത്രീയെ ഇതുപോലെ സ്വന്തം അമ്മ അപകീർത്തിപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരാണ് ജയിലിലുള്ളത്, അവർ നിരപരാധികളാണ്, ഈ സുഹൃത്ത് പുരുഷ സുഹൃത്താണ് ഇതിനൊക്കെ കാരണം എന്ന് വരുത്തി തീർക്കുന്നു അല്ലെങ്കിൽ പറയുന്നു. ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ടെന്ന് പോലീസ് അന്വേഷിച്ചു നോക്കി. അങ്ങനെ പുരുഷ സുഹൃത്ത് ഈ യുവതിയിൽ നിന്ന് പണവും സ്വർണവുമൊക്കെ അപഹരിച്ചു, അല്ലെങ്കിൽ ഈ യുവതിയെ മോശപ്പെട്ട ഈ യുവതിയോട് പെരുമാറിയിരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഭർത്താവ് ഗൾഫിൽ പോയി ഇത്രയും കാലമായി നിരന്തരം ഇവരുടെ വീട്ടിൽ ഇയാൾ വരുമെങ്കിൽ എന്തുകൊണ്ട് ഈ അമ്മ പരാതിയുമായി നേരത്തെ വന്നില്ല എന്നതാണ് ഒന്നാമത്തെ സംശയം. സ്വന്തം മകൾ 3 മക്കൾക്കൊപ്പമാണ് താമസം. അവരുടെ വീട്ടിലേക്ക് ഒരു അപരിചിതനായ യുവാവ് നിരന്തരം വരുന്നു എന്നുണ്ടെങ്കിൽ ഇവർ ആദ്യമേ തന്നെ അത് വേണ്ട, പാടില്ല എന്ന് വിലക്കേണ്ടിയിരുന്നില്ലേ? എന്തുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി? അതാണ് ഒന്നാമത്തെ സംശയം. 2, യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പാണ്. ഇതാണ് കേസിൽ ഏറ്റവും നിർണായകമായത്. ഈ കേസിൽ ഏറ്റവും നിർണായകം യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പാണ്. സാധാരണഗതിയിൽ ആത്മഹത്യാക്കുറിപ്പൊക്കെ എഴുതി എന്ത് ചെയ്യും? ആളുകൾ ഡയറിയിലോ മേശപ്പുറത്തോ, കാരണം മരിക്കാനുള്ള വെപ്രാളമാണല്ലോ. ഇതിനിടയിൽ ആത്മഹത്യാക്കുറിപ്പ് കൃത്യമായി സൂക്ഷിക്കാനൊന്നും ആരും മെനക്കെടാറില്ല. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും കുറിച്ച് വയ്ക്കും. ചിലപ്പോൾ അതും ചെയ്യാറില്ല എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തൽ. പലപ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കാറുമുണ്ട്. എന്നാൽ ഇവിടെ ഈ യുവതി മരിക്കുന്നതിന് മുമ്പ് കുറിപ്പെഴുതി, എന്നിട്ട് അവരുടെ സ്വന്തം വസ്ത്രത്തിൽ തിരികെ വെച്ചിരുന്നു. കാരണം ഈ ആത്മഹത്യാക്കുറിപ്പ് വീട്ടിലെ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഇത് പോലീസിൻ്റെ കയ്യിൽ എത്തില്ല, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടില്ല എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ വസ്ത്രത്തിൻ്റെ പോക്കറ്റിൽ അവരത് സൂക്ഷിച്ചിരുന്നത്. അതുകൊണ്ടാണ് പോലീസിന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്താൻ കഴിഞ്ഞതും ഈ സദാചാര ഗുണ്ടകളെ 3 SDPI പ്രവർത്തകരെ ഉടനെ കയ്യോടെ തൂക്കി അകത്തിടാനും കഴിഞ്ഞു. ഇപ്പോൾ അവർ റിമാൻഡിലാണ്. എന്നിട്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർ കാറിന് സമീപത്ത് നിന്ന് ഒരു സുഹൃത്തിനോട്, പുരുഷ സുഹൃത്തിനോട് അല്ലെങ്കിൽ ഒരു പുരുഷനോട് സംസാരിച്ചു. അപ്പോഴാണ് ഈ സദാചാര ഗുണ്ടകൾക്ക് വിരളി പൂണ്ടിട്ട് അവരെ പോയി വിരട്ടുന്നു. എന്നിട്ട് സ്ത്രീയെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ആ ചെറുപ്പക്കാരനെ ബന്ദിയാക്കുന്നു. ഏകദേശം 5 മണിക്കൂറോളം ഇയാളെ ബന്ദിയാക്കി മർദ്ദിച്ചു. സമീപത്തെ മൈതാനത്ത് കൊണ്ടുപോയി മർദ്ദിച്ചു. അത് കഴിഞ്ഞ് SDPI ഓഫീസിൽ കൊണ്ടുവന്നിട്ട് ബന്ധുക്കളെയൊക്കെ വിളിച്ചു വരുത്തി. ഇതെന്താണ്? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ ഉടനെ എന്ത് ചെയ്യണം? പോലീസിനെ അറിയിക്കേണ്ടതല്ലേ? പോലീസിനെ വിളിക്കേണ്ടതല്ലേ? അവിടെ കൂടിയിരുന്ന നാട്ടുകാരും വിളിച്ചില്ല. ഏറ്റവും നിർഭാഗ്യകരമെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ അച്ഛൻ അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്, CPM അനുഭാവിയാണ്, CPM പാർട്ടി അംഗമാണ്. എന്നിട്ടും സജീവമായ ചർച്ച ഉയർത്തിക്കൊണ്ടുവന്നില്ല. കാരണം എന്തുകൊണ്ടെന്നാൽ ഇതൊരു സാമുദായിക വിഷയമാണ്. കാരണം ഇവരെ SDPI ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ശവമടക്ക്, മരിച്ചുള്ള ഖബറടക്കം ഇതൊക്കെ പ്രശ്നമാകും. പള്ളികളിലൊന്നും കയറ്റില്ല. പിന്നെ അങ്ങനെ വിലക്കൊക്കെ വരും. അങ്ങനെയാണ് മതം, അങ്ങനെയുള്ള ഒരു ചട്ടക്കൂടിനകത്താണല്ലോ. അപ്പോൾ SDPIക്കാർക്ക് അതിനകത്ത് മേൽക്കൈയുണ്ട്. അതുകൊണ്ട് ആരും ഭയന്ന് ഈ സദാചാര ഗുണ്ടായിസം നടന്ന കാര്യമൊന്നും പോലീസിനെ അറിയിക്കാതെ ഒളിച്ചു വയ്ക്കാൻ ശ്രമിച്ചു. എന്നാൽ ഈ യുവതിയുടെ മരണം സംഭവിച്ചതോടുകൂടി സ്വാഭാവികമായും പോലീസ് അറിയുമല്ലോ. പോലീസ് അറിഞ്ഞു, സദാചാര ഗുണ്ടായിസം നടന്നെന്നറിഞ്ഞു. അവന്മാരെ പിടിച്ചകത്താക്കി അവരുടെ കയ്യിൽ നിന്ന്, ആ ചെറുപ്പക്കാരനെ യുവാവിൻ്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത മൊബൈൽ ഫോണും ടാബും ഒക്കെ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. യുവാവിനെ കണ്ടെത്തിയിട്ടില്ല. ഇനി യുവാവ് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണോ, കാരണം ഭയന്ന് മാറിയിരിക്കുകയാണോ, അതോ ഇനി SDPIയുടെ അണ്ടർ കസ്റ്റഡിയിലാണോ എന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ്. ഈ ആത്മഹത്യാക്കുറിപ്പ് ഏറെ നിർണായകമാണ്. എങ്കിലും ഈ അമ്മയെ കൊണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ മരണമൊക്കെ സംഭവിക്കുന്നത്. മരിച്ച് ദിവസങ്ങളായില്ല. അതിനു മുന്നേ ഈ അമ്മയെ കൊണ്ട് ഭീഷണിപ്പെടുത്തി ഇങ്ങനെ പറയിക്കാൻ. ഈ യുവതിയെ അയാളുടെ കാറിനുള്ളിലാണ് കണ്ടെത്തിയത്. ഒന്നാമത്തെ വാദം അത് തന്നെ. സ്വന്തം മകളെ ഇതുപോലെ തേജോവധം ചെയ്യാൻ ഒരു അമ്മ മരിച്ച് ഇത്ര ദിവസം ആയതേ ഉള്ളൂ. ഉടനെ ഒരു അമ്മ പറയുമോ എൻ്റെ മകൾ മോശക്കാരിയാണെന്ന്? അപ്പോൾ തന്നെ അറിയില്ലേ ഇതിൻ്റെ പിന്നിൽ വേറെ ആരോ ഉണ്ട്, ഭീഷണിയുണ്ടെന്ന്? എൻ്റെ മകൾ അയാളുടെ കാറിനകത്തായിരുന്നു. ഇത് കണ്ട് എൻ്റെ അടുത്ത ബന്ധുവും 2-3 ചെറുപ്പക്കാരും കൂടെ പോയി ഇവളെ കാറിൽ നിന്ന് പിടിച്ചിറക്കി, എന്നിട്ട് വീട്ടിൽ കൊണ്ടാക്കി. അവിടെ വേറൊന്നും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. എൻ്റെ മകൾക്ക് ഇവനുമായി വർഷങ്ങളായി അടുപ്പമുണ്ട്, അവൻ സ്ഥിരം എൻ്റെ മകളുടെ വീട്ടിൽ വരുമായിരുന്നു എന്ന് ഒരമ്മ മരിച്ചുപോയ സ്വന്തം മകളെക്കുറിച്ച് പറയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഭീഷണിയുണ്ട്.
ഇതിൻ്റെ പിന്നിൽ കൃത്യമായ ടാർഗറ്റ് വെച്ചിട്ട് SDP ഭീഷണിപ്പെടുത്തുന്നു. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നാളെ നിങ്ങളുടെ മയ്യത്ത് ഒക്കെ നമ്മൾ വരുമല്ലോ, അപ്പോൾ നമ്മൾ ഖബറടക്കുന്നതൊക്കെ കാണിച്ചു തരാം, നിങ്ങളെ സമുദായം എങ്ങനെ കാണുമെന്നൊക്കെ കാണിച്ചു തരാം എന്ന രീതിയിലൊക്കെ ഉള്ളൊരു ഭീഷണിപ്പെടുത്തൽ ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നത് പച്ച പരമാർത്ഥമാണ്. പോലീസ് അത് കണ്ടെത്തുകയും ചെയ്തു. അതുകൊണ്ട് എന്നിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. സദാചാര ഗുണ്ടായിസം നടന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങ് ഊരിപ്പോകുമല്ലോ, കേസ് ബലക്കില്ല. മരിച്ചുപോയ ആൾ എന്ത് വന്നാലും വന്ന് സാക്ഷി പറയാൻ നിൽക്കില്ലല്ലോ. ഇനിയുള്ള ആ യുവാവാണ്, ആ യുവാവിനെയും പേടിച്ച് വിറച്ചിട്ടായിരിക്കും അയാൾ പുറത്തു വരാത്തത്. ഇനി പോലീസ് അവർക്ക് ധൈര്യം കൊടുക്കണം, നിങ്ങൾ നടന്ന കാര്യം പറയണം. പിന്നെ സാമ്പത്തിക തട്ടിപ്പ് അല്ലെങ്കിൽ സ്വർണം, 40 പവൻ്റെ സ്വർണം, 3 മക്കളുണ്ട് ഈ മരിച്ചുപോയ സ്ത്രീക്ക്. അപ്പോൾ ഈ സ്വർണവും പണവും ഒക്കെ നഷ്ടപ്പെട്ടെങ്കിൽ ആ സ്ത്രീ പറയാതിരിക്കുമോ? ഭർത്താവ് ഏറ്റവും സാധുവാണെന്നുള്ള മൊഴി, യുവതിയുടെ ഭർത്താവ് വിദേശത്താണ്, അയാളൊരു സാധു മനുഷ്യനാണെന്ന് യുവതിയുടെ അമ്മ പറയുകയാണ്. അപ്പോഴും ആ ഭർത്താവിനെ ന്യായീകരിക്കുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ ന്യായീകരണമല്ല, അയാൾക്ക് ഇതിനകത്ത് ബന്ധമൊന്നുമില്ല എന്നാണ് ഇതുവരെ ഉള്ളത്. പക്ഷേ അയാളെക്കുറിച്ച് ഇങ്ങനെ പറയേണ്ട സാഹചര്യമില്ല. ഇല്ലാത്ത സാഹചര്യത്തിൽ അയാളെക്കുറിച്ച് പറയുമ്പോഴും അതും സംശയമാണ്. അതും ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു കാണും, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണം, പറഞ്ഞാൽ മാത്രമേ ഈ കേസിൽ നിന്ന് ഞങ്ങളുടെ പ്രവർത്തകരെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് ഈ സംഭവത്തിൽ നടന്നിട്ടുള്ളത്. ഏതായാലും റസീന എന്ന വീട്ടമ്മയുടെ ആത്മഹത്യാക്കുറിപ്പാണ് ഈ കേസിൽ ഏറ്റവും നിർണായകം. കണ്ണൂർ കമ്മീഷണർ സിറ്റി പോലീസ് കമ്മീഷണർ അത് വ്യക്തമാക്കുകയും ചെയ്തു. പിന്നെ സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ നിതിൻ എനിക്ക് നേരിട്ടറിയാവുന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം നേരെ പോ ആളാണ്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് നിന്ന് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ മണിക്കൂറുകൾക്കകം കുട്ടിയെ കണ്ടെത്തിയ സംഭവമുണ്ട്. അത് തിരുവനന്തപുരത്ത് അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്വേഷണ മികവ് കണ്ടിട്ടാണ് കണ്ണൂരിൽ സിറ്റി പോലീസ് കമ്മീഷണറായി സർക്കാർ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ ചുമ്മാ ഇങ്ങനെ ഉടായ്പ കാണിക്കുന്ന ആളുകളെ അയാൾക്കറിയാൻ നന്നായിട്ട് പിടിച്ച് കൃത്യം കാര്യം തെളിയിക്കാൻ. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയതാണ് പോലീസിന് ഏറ്റവും വലിയ മികവായി, അല്ലെങ്കിൽ കേസിൻ്റെ ഒരു വലിയ കച്ചിത്തുരുമ്പായി പോലീസിൻ്റെ കയ്യിലുള്ളത്. അവരത് എഴുതി മേശപ്പുറത്തെങ്ങാനും വച്ചിരുന്നുവെങ്കിൽ ഈ ബന്ധുക്കളെ പാടെ എടുത്തത് കത്തിച്ച് കളഞ്ഞാൽ, എന്നിട്ട് പറഞ്ഞേനെ ഇത് വേറെ എന്തോ സംഭവമാണെന്ന് പറയുന്നത്. സദാചാര ഗുണ്ടായുസവും പുറത്തു വരില്ലായിരുന്നു, മറ്റൊരു സംഭവവും പുറത്തു വരില്ലായിരുന്നു. ഒരു ചെവി അറിയാതെ ഈ പെണ്ണുങ്ങൾ എന്തോ ചെയ്തു വെച്ചു എന്ന് പറഞ്ഞ് കൈ കഴുകി കളയാവുന്ന കേസായിരുന്നു. പക്ഷേ ആത്മഹത്യാക്കുറിപ്പ് ജീവനുള്ള തെളിവായി ഇന്നും പോലീസിൻ്റെ കയ്യിലുള്ളത് കൊണ്ട് SDP ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ആ യുവതിയുടെ അമ്മയെ ഭീഷണിപ്പെടുത്തി ഇമാതിരി മോശം വാക്കുകൾ ആ മരിച്ചുപോയ യുവതിയെക്കുറിച്ച്, വീട്ടമ്മയെക്കുറിച്ച് പറയിപ്പിക്കാൻ കാണിച്ച ആ ക്രൂരമായ മനസ്സുണ്ടല്ലോ SDP അത് ഒരിക്കലും പൊറുക്കാൻ പറ്റുന്നതല്ല.